സാംസങ്ങിൻ്റെ സാംസങ് A17 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് A17 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് A17 5Gയിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ. ഇപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ പഞ്ച്വൽ ഡിസൈൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിവിടെ മിസ്സിംഗ് ആണ്. അത് മാത്രമല്ല 90 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ 120 Hz റിഫ്രഷ് റേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതും മിസ്സിംഗ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പം സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉണ്ടെങ്കിലും അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. കാരണം 120 Hz റിഫ്രഷ് റേറ്റും പഞ്ച്വൽ ഡിസൈനും ഇതിൽ മിസ്സിംഗ് ആണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 192 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.5 mm ആണ്. പിന്നെ IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഒരു ബ്ലാക്ക് കളർ വേരിയൻറ്റും ബ്ലൂ കളർ വേരിയൻറ്റും പിന്നെ ഒരു ഗ്രേ കളർ വേരിയൻറ്റുമാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ Exynosൻ്റെ 1330 എന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഈ ഒരു 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമാണ് ഇത്. പിന്നെ Exynosൻ്റെ പ്രോസസ്സറാണ്, അതായത് സാംസങ്ങിൻ്റെ സ്വന്തം പ്രോസസ്സറാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB RAM 128GB ഇൻറ്റേർണലാണ് വരുന്നത്. 8GB RAM 128GB ഇൻറ്റേർണൽ വെർഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. Android 15 ബേസ് ആയിട്ടുള്ള 1 year സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. 5 MP f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 MP f2.2 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 13 MP f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയാം, അത്രേ ഉള്ളൂ. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഒന്നുമില്ല, എന്നാലും തിരക്കേടില്ല എന്ന് പറയാം. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടാണ് വരുന്നത്. ആവറേജ് ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി സെറ്റപ്പ് ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല, ചാർജർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 239 യൂറോസ് എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 24,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പഞ്ച്വൽ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ മിസ്സിംഗ് ആണ്. പിന്നെ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ക്യാമറ സ്പെസിഫിക്കേഷൻ തിരക്കേടില്ല, അതുപോലെ തന്നെ ബാറ്ററി സെറ്റപ്പ് അത്ര മികച്ചത് എന്നും പറയാൻ പറ്റില്ല. മൊത്തത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു ഫോൺ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും, പക്ഷേ ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില ഇത്രയും കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. നമുക്ക് ഒരു 17,000 to 19,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം A സീരീസിൽ വരുന്ന ഫോണാണ്, ഓഫ്ലൈൻ ഫോണാണ്, അതുകൊണ്ട് തന്നെ വില കുറച്ച് കൂടാനൊക്കെ തന്നെയാണ് സാധ്യത. എന്തായാലും ഓപ്പോയുടെ A17 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.